പ്രപഞ്ചത്തിൻ്റെ മൂലകാരണമായ ഗോലോകത്തെയും അവിടെ ഭഗവാനിൽ നിന്ന് വിഭൂതികൾ ആവിർഭവിച്ചതിനെയും കുറിച്ച് നാം മനസ്സിലാക്കി. 1-ാം അധ്യായം ഭഗവാന്റെ ഐശ്വര്യത്തെയാണ് കാണിച്ചു തന്നതെങ്കിൽ 2-ാം അധ്യായം സൃഷ്ടികർമ്മത്തിൻ്റെ വിപുലമായ പ്രക്രിയയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. ബ്രഹ്മഖണ്ഡത്തിലെ 2-ാം അധ്യായം ആരംഭിക്കുന്നത് ശൗനകാദി മുനികൾ സൂത പൗരാണികനോട് വീണ്ടും ചില ഗഹനമായ സംശയങ്ങൾ ചോദിക്കുന്നതിലൂടെയാണ്. നമുക്ക് ആ ശ്ലോകങ്ങളിലേക്ക് പ്രവേശിക്കാം. 2-ാം അധ്യായം ശ്ലോകം 1. മുനികളുടെ ജിജ്ഞാസ. ഭഗവാൻ ദേവതകളെ സൃഷ്ടിച്ചു എന്ന് കേട്ട മുനികൾക്ക് ഈ പ്രപഞ്ചം എങ്ങനെയാണ് ഇത്ര വൈവിധ്യപൂർണമായത് എന്നറിയാൻ ആഗ്രഹമുണ്ടാകുന്നു. സംസ്കൃത ശ്ലോകം. കഥം സസർജ ബ്രഹ്മ തദ്വിശ്വം വിശ്വേശ്വരസ്യ ച ആജ്ഞയാ ജഗദ്വിധം തന്മേ വ്യാഖ്യാതുമർഹസി. പദാനുപദ അർത്ഥം. ശൗനക ഉവാച. ശൗനക മഹർഷി പറഞ്ഞു. കഥം എങ്ങനെ. സസർജ സൃഷ്ടിച്ചു. ബ്രഹ്മ ബ്രഹ്മാവ്. തത് ആ. വിശ്വം ലോകത്തെ അഥവാ പ്രപഞ്ചത്തെ. വിശ്വേശ്വരസ്യ വിശ്വേശ്വരനായ ഭഗവാന്റെ. ആജ്ഞയ ആജ്ഞയനുസരിച്ച്. ച കതിവിധം എത്ര തരത്തിൽ, അതായത് എത്ര വിധത്തിൽ. മേ എനിക്ക്. വ്യാഖ്യാതും വിശദീകരിച്ചു തരാൻ. അർഹസി അങ്ങ് യോഗ്യനാണ്, അങ്ങയ്ക്ക് സാധിക്കും. ഈ ശ്ലോകത്തിൻ്റെ സാരാംശം. ശൗനക മഹർഷി ചോദിച്ചു, വിശ്വേശ്വരനായ ഭഗവാന്റെ ആജ്ഞയനുസരിച്ച് ബ്രഹ്മാവ് എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? അത് എത്ര പ്രകാരത്തിലുള്ളതാണ്? ഹേ സൂത പൗരാണിക, അത് ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നാലും. ഗഹനമായ വിശദീകരണവും തത്വചിന്തയും. ഈ ശ്ലോകം ശിഷ്യനും ഗുരുവും തമ്മിലുള്ള സംവാദത്തിൻ്റെ മനോഹാരിത കാണിക്കുന്നു. ശ്രവണത്തിൻ്റെ പ്രാധാന്യം. ഭഗവാന്റെ വിഭൂതികളെക്കുറിച്ച് കേട്ടിട്ടും മുനികളുടെ തൃപ്തി തീരുന്നില്ല. ജ്ഞാനം എത്ര ലഭിച്ചാലും കൂടുതൽ അറിയാനുള്ള ആഗ്രഹം, അതായത് ജിജ്ഞാസ ഉണ്ടാകണം എന്നാണിത് പഠിപ്പിക്കുന്നത്. നിമിത്തം ഇൻസ്ട്രുമെന്റ്. വിശ്വേശ്വരൻ അതായത് കൃഷ്ണൻ ആണ് യഥാർത്ഥ ഉടമയെങ്കിലും സൃഷ്ടി നടത്തുന്നത് ബ്രഹ്മാവാണ്. ഈശ്വരൻ ഒരു ശക്തി നൽകുന്നു, നാം അതുപയോഗിച്ച് കർമ്മം ചെയ്യുന്നു. ബ്രഹ്മാവ് ഇവിടെ ഒരു നിമിത്തം മാത്രമാണ്. 2-ാം അധ്യായം ശ്ലോകം 2. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിക്രമം. സൂതൻ മുനികളുടെ ചോദ്യത്തിന് മറുപടി നൽകാൻ തുടങ്ങുന്നു. നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. സൂത ഉവാച. ബ്രഹ്മാജ്ഞയാ വിനിർഗത്യ ഗോലോകാച്ച മുനീശ്വര വിരജാം ച സമാസാദ്യ ദദർശ വിശ്വമണ്ഡപം. പദാനുപദ അർത്ഥം. ബ്രഹ്മ ബ്രഹ്മാവ്. ആജ്ഞയ അതായത് ഭഗവാന്റെ ആജ്ഞയാൽ. വിനിർഗത്യ പുറപ്പെട്ടിട്ട്. ഗോലോകാത് ഗോലോകത്ത് നിന്ന്. മുനീശ്വര ഹേ മുനീശ്വര. വിരജാം വിരജാ നദിയെ. സമാസാധ്യ എത്തിച്ചേർന്നിട്ട്. ദദർശ ദർശിച്ചു. വിശ്വമണ്ഡപം വിശ്വമാകുന്ന മണ്ഡപത്തെ, അതായത് പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയെ. ഈ ശ്ലോകത്തിൻ്റെ സാരം. സൂതൻ പറഞ്ഞു, ഹേ മുനീശ്വര, ഭഗവാന്റെ ആജ്ഞ സ്വീകരിച്ച് ഗോലോകത്ത് നിന്ന് പുറപ്പെട്ട ബ്രഹ്മാവ് വിരജാ നദി കടന്ന് പ്രപഞ്ചമാകുന്ന ആ വലിയ മണ്ഡപത്തിൽ എത്തിച്ചേരുകയും അത് ദർശിക്കുകയും ചെയ്തു. ഗുരുനാഥന്റെ ഉപദേശം. വത്സ,
ബ്രഹ്മാവ് തൻ്റെ സൃഷ്ടികർമ്മം തുടങ്ങുന്നതിനു മുൻപ് വിരജ നദി കടന്നു എന്ന് പറയുന്നത് ശ്രദ്ധേയമാണ്. വിരജ എന്നാൽ രജോ ഗുണമില്ലാത്തത് എന്നർത്ഥം. അതായത് സകല ആസക്തികളും വെടിഞ്ഞ് നിർമ്മലമായ മനസ്സോടെയാണ് ബ്രഹ്മാവ് സൃഷ്ടി എന്ന മഹാകർമ്മത്തിലേക്ക് പ്രവേശിച്ചത്. നീയും നിന്റെ കർമ്മങ്ങൾ തുടങ്ങുമ്പോൾ മനസ്സിനെ എല്ലാ മാലിന്യങ്ങളിൽ നിന്നും മുക്തമാക്കി ഭഗവാനെ ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുക. ബ്രഹ്മാവ് വിശ്വമണ്ഡപത്തിൽ എത്തിക്കഴിഞ്ഞു. ഇനി 3-ാം ശ്ലോകത്തിൽ ബ്രഹ്മാവ് അവിടെ കണ്ട കാഴ്ചകളും തൻ്റെ സൃഷ്ടികർമ്മത്തിനായി ചെയ്ത കാര്യങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. പരമാത്മാവായ കൃഷ്ണൻ്റെ ലീലകളും പ്രപഞ്ച സൃഷ്ടിയുടെ രഹസ്യങ്ങളും ഈ പുരാണത്തിലൂടെ നമുക്ക് വരും ദിവസങ്ങളിൽ കൂടുതൽ അറിയാം. ഇന്നത്തെ ഈ ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്കും പങ്കുവയ്ക്കുക. അടുത്ത ശ്ലോകങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.